never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. ഹലോ ഗൈസ്, ഇപ്പം ഞാനും നീരും കൂടെ ഇന്ന് നീരുവിൻ്റെ ജോലി സ്ഥലത്തോട്ട് പോവുകയാണ്. നീരു അവിടെ നിന്ന് ജോലി റിസൈനൊക്കെ ചെയ്ത്. അപ്പോൾ നീരുവിൻ്റെ കുറച്ച് എന്താ പറയുക PF കാര്യങ്ങളും കുറച്ച് ക്യാഷൊക്കെ കുറച്ച് കിട്ടാനുണ്ടാകും. അപ്പോൾ അതൊക്കെ വാങ്ങണം. അപ്പോൾ അതിനായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഇറങ്ങിയിട്ടൊക്കെ വരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അങ്ങനെ നീരുവിൻ്റെ റിലീവിങ് ലെറ്ററൊക്കെ വാങ്ങിച്ച് എല്ലാവരും കണ്ടാ ടാറ്റ പറഞ്ഞ സ്നേഹോ ഇനി വരുന്ന ഒന്നും കൂടെ ഇവിടെ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നേരെ നമുക്ക് എങ്ങോട്ട് വന്നേരും കാന വയറ് വെച്ചേക്കുന്നു. നമുക്ക് കഴിച്ചിട്ട് പോവാം. എവിടെ പോവാന്ന് കഴിക്കാൻ? ആര്യാസ് പോയി കഴിച്ചിട്ട് നമുക്ക് ലുലു മാളിലോട്ട് പോവാം. അങ്ങനെ ഞാനും നീരും കൂടെ എവിടെയാണ് അങ്ങനെ ഞാനും നീരും കൂടെ ആര്യാസിലോട്ട് വന്നു. ആര്യാസിലെത്തി. ഓഫ് ചെയ്യില്ല, ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടേ ചെയ്യും. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നേരെ ലുലു മാളിൽ പോകാനായിട്ട് നീര് പറയുന്നത്. ലുലു മാളിൽ പോകണമെങ്കിൽ എൻ്റെ ഫോണിൽ ചാർജ് വേണം. ചാർജ് ഇല്ലാതെ ഞാൻ പോകില്ല നീരിൻ്റെ പറയുന്നത്. നീര് വെജ് ബിരിയാണി പറഞ്ഞു, എനിക്ക് പൂരി പറഞ്ഞു. പക്ഷെ കോമഡി എന്തെന്ന് വെച്ചാൽ നീര് ഇത് ഫുള്ള് കഴിക്കില്ല. ഇത് എനിക്ക് തരും. നോക്കോ നിങ്ങളല്ലെങ്കിൽ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തീർന്നിട്ട് വിലക്ക് ഇറങ്ങി ഇനി ലുലു മാളിലോട്ട് പോകണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലുലു പക്ഷേ നീരു പാക്ക് ചെയ്തെടുത്ത്. നീരിനെ കൊണ്ട് ഒരു ബിരിയാണി ഫുള്ള് കഴിക്കാൻ പറ്റത്തില്ല. വെജ് ബിരിയാണിയാണ് കേട്ടോ വെച്ച്. ഇവിടെ വെജ് കിട്ടത്തുള്ളൂ. നീരുവിന് ചെറിയ സൗന്ദര്യപ്പണ. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഉടനെ വണ്ടി ഓടിക്കുന്ന ഇഷ്ടമല്ല. ഒരു സ്ഥലത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പയ്യെ പോകണമെന്ന് ഇഷ്ടം. അല്ലെങ്കിൽ അവൾ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. കാരണം അവൾക്ക് അത് ഓടിക്കാനും പറഞ്ഞൂടാ. ഇപ്പോൾ ഈ വണ്ടിനെ പിറകെ ഇരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ വണ്ടിനെ പിറകെ ഇരിക്കാൻ എളുപ്പമാണ്. ഓട്ടിക്കുന്ന ആൾ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ വെയിലത്ത് ഓട്ടിക്കാൻ വലിയ പാടാണ്. അത് നീ മനസ്സിലാക്കണം. കുറച്ചൊരു നിന്നിട്ട് പോകാം. ഒത്തിരി എനിക്കല്ലേ നിന്നിട്ട് പോകാൻ. ഇവളിട്ടേക്കുന്ന ടീഷർട്ട് ഇല്ലേ, ഇത് എൻ്റെ ടീഷർട്ടാണ്. അങ്ങ് വാക്കാണ്ടേ ഇതിൽ എഴുതിയേക്കുന്ന നോ റിസ്ക് നോ സ്റ്റോറി. ഒന്ന് കാണിച്ചോട്. അതിൽ എഴുതിയേക്കുന്ന വായിച്ചിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? നോ റിസ്ക് നോ സ്റ്റോറി. നമ്മൾ എടുക്കുന്ന ഓരോ ടീഷർട്ടിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. ബാക്ക് അതും കൊള്ളാം. എൻ്റെ ടീഷർട്ട് അടിച്ചു മാറ്റി കൊണ്ട് ഇടക്കൊണ്ട് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നതാ. ഈ ഇട്ടേക്കുന്ന ഷർട്ട് പോലും ഇവള് അടിച്ചു മാറ്റിയിടും. എനിക്ക് ഈ ഫുഡ് കഴിച്ചാൽ ഒത്തിരി നേരം ഇരിക്കണോടെ, റെസ്റ്റ് എടുക്കണം. എന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഫുഡ് കഴിച്ചാൽ ഉറക്കം അത് മസ്റ്റാണ്. അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ള പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ നീരുവിനെ ബൈക്ക് ഓട്ടിക്കാൻ പഠിപ്പിക്കണം, അതിന്റെ ലൈസൻസ് എടുപ്പിക്കണം. ഇത് രണ്ടും ചെയ്യും. പക്ഷെ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. കാര്യം ബൈക്ക് ഓടിക്കാൻ നീരു ജന്മത്തിൽ പഠിക്കാൻ പോകുന്നില്ല. സ്കൂട്ടി അറിയാം, ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല സ്കൂട്ടി. പക്ഷെ സ്കൂട്ടി കൊണ്ട് ലോങ് ഡ്രൈവ് പാടാണ്, നടുവേദനയൊക്കെ വരും. ബൈക്കാണ് എപ്പോഴും എളുപ്പം. അല്ലെങ്കിൽ കാറ്, അല്ലെങ്കിൽ സ്കൂട്ടിയിൽ നീ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് വരണം. അതായിരിക്കും നല്ലത്. ഞാൻ ബാക്കിൽ ഇരിക്കാം. അപ്പൊ അറിയാം നിനക്ക് അതിന്റെ ആ ഒരു ഈ ബ്ലോക്കിന്റെ ഇടയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള പാടെന്താണെന്ന് അപ്പൊ മനസ്സിലാവുന്നില്ല. നീരുവിനെ ഞാൻ പറഞ്ഞില്ല, ഈ പബ്ലിക് ഫിയർ ഭയങ്കര പ്രശ്നമാണ്. എനിക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നീരു അതിന്റെ അപ്പുറത്ത് പബ്ലിക് ഫിയർ ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ ആൻസൈറ്റി എന്ന് വെച്ചാല് പബ്ലിക്കിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൾക്കാർ എന്ത് കരുതും എന്നുള്ളൊരു തോന്നൽ വരും. ഈ നീരുവിനുണ്ടത് ഇല്ലേ? ഉണ്ട്. ഞാൻ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് വീഡിയോ എടുക്കാൻ ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞവള്. നമ്മുടെ നീരുവിന് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഇവിടെ വന്ന് കുറച്ച്
സാധനങ്ങൾ വാങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നു. നീരുവിന് ഇങ്ങനെയുള്ള സാധനങ്ങളോട് വലിയ ഭ്രമമാണ് കേട്ടോ, അഡിക്ഷൻ. ഏതെടുക്കുന്ന എങ്ങനത്തെ ഡിസൈനാണ് നോക്കുന്ന? ഫോട്ടോ എടുക്കുമ്പോഴാ നിന്റെ കയ്യിനെക്കാട്ടി ഉണ്ടല്ലോ നീര് വള സൈസ്. നീ ഏത് കളർ എടുക്കുന്ന? ആ ബ്ലാക്ക് ചേരും നിനക്ക് ഇല്ലേ? ചതിയായിരുന്നു ഇവിടെ വിളിച്ചോണ്ട് വന്നത്. ഇതെല്ലാം എന്നെ കൊണ്ട് കുടിപ്പിക്കാനുള്ള പരിപാടിയാണ്. എത്ര 50 തീർന്നില്ലേ? ഒരുപാട് സമയം നീര് നമ്മളിവിടെ നിൽക്കുന്നത് അത്ര ശരിയില്ല. പോക്കറ്റിലെ മണി കുറഞ്ഞു വരുന്നു. നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചില്ലെങ്കിൽ അതൊരു വലിയ കുറവല്ലേ നീര്? അല്ലേ? തിരുവനന്തപുരംകാരുടെ അഭിമാനമായ സ്ഥലം. നീരുവിനെ കാണാനില്ല. നീര് ഇവിടെ നിന്ന് അവൾ ഓടി. അവള് നോക്കിയാണ് ഇവളിവിടെ നിന്നാ നീര് നമുക്ക് ഇവിടെ നിപ്പോ. ഇവിടെ നിന്നാലേ ശരിയാവൂല. നിനക്ക് ഇവിടെ ഉള്ള എല്ലാ സാധനവും വാങ്ങേണ്ടി വരും. നമുക്ക് പോവാം. പോയാലോ? നീ അങ്ങോട്ടിവിടെ പോയത്? അങ്ങോട്ടിവിടെ പോയത് നീര് തിരക്ക് എല്ലായിടത്തും കാണും. തിരക്കുള്ള റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെങ്കിലും നടക്കാൻ പോലും പറ്റും. ഇവിടെ ഫുള്ള് തിരക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് ഈ വ്യൂ പോയിന്റ് നോക്കാം. വാ. നീര് ആ മീനെ കണ്ട? നീ ഒന്നല്ല 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് അപ്പുറത്തും ഉണ്ട്. നീരുവിന് എവിടെ പോയാലും ഫോട്ടോ മസ്റ്റാണ്. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കാണുന്നുണ്ട്. നമുക്കൊരു ദിവസം ഇങ്ങോട്ട് വരണ്ടേ? അല്ലാതെ രാവിലെ നല്ല വ്യൂ പോയിട്ടല്ലേ ഇവിടെ? ഒരുമിച്ച് ഇതിലേ നടന്നു പോകാനേ വലിയ പാടാണ്. അങ്ങനെ ഞാൻ നേരെ ലുലുമാളില് എത്തി. ഇവിടെ നിന്ന് കൊറേ നടക്കണം. ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്ത് നിൽക്കണെന്ന് പറയുന്നത്.
എനിക്ക് ബുക്ക് സ്റ്റാളിൽ പോകണം, ബുക്ക് നോക്കാൻ. ഓ ചീപ്പം വന്നു. കൊള്ളാം, നീ ഗ്ലാമർ ഇല്ല. എന്തോന്ന് അത്രയ്ക്കൊക്കെ വലുത് വേണോ? ഇതിലേ നീര് മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന എന്തിനാന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ. എല്ലാവരും എങ്ങനെ വെറുതെ കറങ്ങാൻ തന്നെ, അല്ലാതെ ഇവിടെ നിന്ന് സാധനം എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. നീ എവിടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ? ഇവിടെ നിന്നവിടെ ഞാൻ പോസ് പറഞ്ഞുതരാം. ബാഗ് ഞാൻ പിടിക്കണോ? ഇവിടെ പോസ്റ്റ് ഞാൻ പറഞ്ഞു നില്ലേ, വീഡിയോ ഞാൻ പറഞ്ഞില്ല. അത് നില്ല ആദ്യം അത് മാറ്റ്. എന്തിനാണ് ഫോട്ടോ എടുത്തില്ല? നീ നില്ല ആദ്യം, അത് നീ നല്ല ആംഗിളിൽ നില്ല്. നിനക്ക് എവിടെയാണ് പോവാനുള്ള? ഏത് ബുക്കറിയാണ്? ഞാൻ നീരുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നീര് ഭയങ്കര വായനാശീലമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് തീരെയില്ല. എനിക്ക് വായിക്കണമെന്നൊക്കെ ഉണ്ട്. കൊച്ചു വീഡിയോ, ഇത് വലിയ വീഡിയോ. നീ വരുമ്പോൾ നോക്കിക്കോ. ഇവക്ക് ഭയങ്കര എന്താ പറയാ, സോഷ്യൽ ആൻസൈറ്റിയാണ്. പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്ത് കരുതും. ഒരുപാട് പ്രാവശ്യം ഞാൻ പറയും, നിനക്ക് അത് മാറുന്നത് വരെ ഞാൻ പറയും. എല്ലാവരും നമ്മൾ തന്നെ നോക്കുന്നുണ്ട്. അവൾക്കൊരു എന്താ പോലെ. ഞാൻ ഇന്നത്തെ ദിവസം അത് മാറ്റും. നിനക്ക് ഈ വഴി അറിയാനാണ് നീ എന്നെ വിളിച്ചാണ് നീ പോണത്. ഇങ്ങോട്ടാണ് പോണത്. സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണോ? അലോഡ് എല്ലാത്തിനും പറയുന്ന കേട്ടോ, എനിക്ക് അറിയാൻ വയ്യ. ഇല്ല ആരും ഫോൺ തൊട്ടില്ല. എൻ്റെ ഫോൺ തൊട്ടാറായിട്ട് മാത്രം ആരോ ആയിട്ടില്ല. ഹീരോ എനിക്ക് നടക്കാൻ പോയി. നീ എവിടെയാണ് നടക്കുന്നത്? പറ. ഹീരോ നമ്മൾ ഒരു ദിവസം ഐമാക്സിൽ കയറി കാണും കേട്ടോ സിനിമ. നമ്മൾ ഈ ഒഡീസിയിൽ അത് സത്യം പറഞ്ഞ് ഇവിടെയാണ് വന്ന് കാണാറ്. അത് ഇവിടെ വന്ന് കണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ കാണാമായിരുന്നു. നമ്മളതിനെ ക്രോപ്പ് ചെയ്ത സീനാണ് കണ്ടത്. നമ്മൾ സ്റ്റെയർ വഴി ഇറങ്ങിയാല ഇത് അവിടുന്ന് ചോദിക്കും. ആ അതേത് അതാര്? നീ ഏതെടുത്ത? എന്തോ എഴുതിയിരിക്കുന്നത് കൊള്ളാം കേട്ടാ. എനിക്ക് ആ എഴുതിയ രീതി ഇഷ്ടപ്പെട്ടു.
നമ്മളെ ആ ഫുഡ് കഴിക്കും, നമുക്ക് അവരെ പ്രൈവസി ഇല്ല. അവിടെയാണെങ്കിൽ നീരു എടുത്ത സ്ഥലത്ത് ഈ മാനിഫെസ്റ്റേഷൻ ബുക്കുകൾ അതിൻ്റെ മലയാളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കാം. എനിക്ക് മാനിഫെസ്റ്റേഷൻ ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്, അർത്ഥതയുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പക്ഷേ ഓൺലൈനിൽ വിലക്കുറവാണല്ലേ. അത് ഏതായിരുന്നു? ഇക്കിഗായി. അത് ജാപ്പനീസ് സ്റ്റോറിയാണ്. ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ഉണ്ടായിട്ട് കാര്യം നമുക്കത് മനസ്സിലാവണമല്ലോ അല്ലേ? നീ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ എന്ന് പോയി തുടങ്ങിയ കിഡ്സ് പാർക്കിലോട്ട് പോയല്ല. കിഡ്സ് പാർക്ക് കിഡ്സിന്റെ അതെ. അയ്യോ, ഇതിന്റെ ലോക്കലിനെ പറ്റി നീ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അല്ല മറ്റേ അതെടുത്തിട്ട് എത്തിയിടും. ഇടക്കിടക്ക് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഏതെന്താ നീ ഇപ്പൊ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ് കട്ട് ചെയ്യാൻ പറഞ്ഞ് അത് ഞാൻ ഇപ്പൊ പറയും. നീരു, ഇത് ഞാൻ വീഡിയോ കണ്ടു, ഇത് ഉടായ്പാണ്, ഇത് നടക്കൂല, ഇത് ആരും ഇത് പൈസ കൊടുത്ത് ചെയ്തവരാരും ഇതുവരെ എടുത്തിട്ടില്ല. ഇത് നടക്കൂല, ഇതിൽ ഒറ്റ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ഞാൻ ഇതിന്റെ വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബിൽ, പറ്റിപ്പാണ്, സ്കാമാണെന്ന്. കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാല് നമ്മൾ 700 രൂപയുടെ കാർഡ് എടുക്കണം. 700 രൂപയുടെ കാർഡ് എടുത്താൽ ഇവിടെയുള്ള ഒട്ടുമിക്ക ഗെയിമുകളും ഓരോ ഗെയിമിന് ഇത്ര രൂപയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കട്ടാവും. അങ്ങനെ ഒരു പരിപാടി. ഇപ്പൊ നമ്മൾ തൽക്കാലം നമ്മളത് എടുക്കുന്നില്ലല്ലേ. ഇനി വരുമ്പോൾ നമ്മൾ ഒരു ദിവസം എടുക്കുന്നുണ്ട് അല്ലേ വീരോ? അത് തന്നെ, അതിനുള്ള പ്രാപ്തി വരട്ടെ, നമ്മൾ എടുക്കും. എന്താണ് എന്ത് ഇടണം നിനക്ക്? എന്നെ എളുപ്പിച്ചെന്ന് ഇടാൻ പറ്റില്ല. ഇവളെ കൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയാറ്, ഈ ഇവിടെ വന്നതിന് ശേഷം എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് ഇവളെ കൂടെ ഒരു ഫോട്ടോഗ്രാഫറെ കൂടെ നിർത്തണം. പിന്നെ ഒരു മര്യാദ ഈ ഫോട്ടോ എന്നെ കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ഉപ്പാടാൻ ചുമന്നില്ല. എത്ര ഫോട്ടോ എടുത്തെന്ന് അറിയാമോ? ഞാൻ ഇതിലെ പോയോ? അങ്ങനെ ലുലു മാള് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റു ദിവസം കാണാം. ഓക്കെ. അത് കമൽഹാസൻ പറയുന്ന ഡയലോഗല്ലേ അല്ലേ? ഇതാണ് നീരു ജോലി ഓഫീസാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ അവൾ അതിനകത്ത് നിൽക്കുകയാണ്, ഞാൻ അതിനകത്തായിരുന്നു. അപ്പോൾ കുറേ നേരം പോസ്റ്റ് ആയപ്പോൾ ഞാൻ വെളിയിറങ്ങി. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ലുലു മാളിൽ പോകാൻ പ്ലാനിങ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ മ്യൂസിയത്തിലൊക്കെ കയറണം എന്നൊക്കെ ഉണ്ട്. അതിനുള്ള സമയം കിട്ടുമെന്ന് അറിയാൻ വയ്യ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാക്ക് സൈഡാണ്, പാർക്കിംഗ് സൈഡാണ്. ഫ്രണ്ട് സൈഡ് ഇതിൻ്റെ ബാക്ക് ഇവിടെ പണിയിടുന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട്
എനിക്ക് ആ ഒരു സോഷ്യൽ ആൻസൈറ്റി അത് സത്യം പറഞ്ഞുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോകളും പോസ്റ്റ് ചെയ്തത്. അത് ഇടാത്തതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ അതെല്ലാം മാറ്റി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ മാറ്റാനായിട്ട്. ഇനി മുതൽ മാക്സിമം ഞാൻ വീഡിയോ എല്ലാ പ്രാവശ്യം ഇത് തന്നെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാനുള്ള, എഡിറ്റ് ചെയ്യാനുള്ള സമയം, ഷൂട്ട് ചെയ്യാനുള്ള സമയം ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കണമെന്നുണ്ട്. അപ്പോൾ നീരു കുറേ നേരമായി ഞാൻ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇവിടെ കുറേ നേരമായിട്ട് നിൽക്കുകയാണ്. ഒഡീസി എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് വളരെ പെട്ടെന്ന് സ്പീഡപ്പായിട്ട് പറഞ്ഞു. ഞാൻ അതിനുള്ള ടൈം നോക്കിയപ്പോൾ അതിന് സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ പറയാൻ ഒരുപാടുണ്ടായിരുന്നു. കാര്യം ആ സിനിമ എന്നൊരു സർവൈവൽ മൂവിയാണ്. സർവൈവൽ എന്ന് പറയുമ്പോൾ ഒഡീസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആഫ്റ്റർ ആ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ ക്യാരക്ടർ സർവൈവൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സിനിമയെ എടുത്തു വെച്ച രീതി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അത് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ ഫ്രെയിമും അത് ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ കാഴ്ചപ്പാടാണ്. അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ സീനും നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ ഒരു സീനിലോട്ട് ആ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഫീല് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഒഡീസി. അപ്പോൾ ഒഡീസി എന്ന് പറഞ്ഞ സിനിമ അതുപോലത്തെ സിനിമകളൊക്കെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലും സംഭവിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് തന്നെ എന്താ പറയുക സിനിമ എന്നൊക്കെ എൻ്റെ എന്താ പറയുക സിനിമയാണ് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ. എന്നാലും നമ്മളതിൽ എത്തിപ്പെടുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ അതിനൊരു സമയം എന്തായാലും എടുക്കും. അപ്പോൾ ഞാനും കരുതുന്ന അത് എന്തായാലും സംഭവിക്കും. ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ ബോറടിച്ചു ഗൈസ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. എന്നെ സത്യം പറയാലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ എന്നെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവൻ എന്തൊക്കെയോ വീഡിയോയിൽ ഇരുന്ന് സംസാരിക്കുന്നു. ഇത് നമ്മളൊരു എന്താ പറയാന്ന് വെച്ചാൽ നമ്മളൊരു ഇതിൽ ഒരു പിടിച്ച് കെട്ടിയിട്ട അവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് വലിച്ചു പൊട്ടിച്ച് വെളിയിറങ്ങണം. എങ്കിലും അത്ര നമുക്ക് ഇതിനുള്ളൊരു ധൈര്യം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ അതിന് ഉള്ളിൽ നിൽക്കുന്നതോറും നമ്മളിങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കും. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്, അതൊന്നും ഞാൻ നോക്കത്തില്ല. Relax and take notes while I take totes of the marijuana smoke. Oh, you wanna choke? Gun smoke. Biggie Smalls the mayor, the rap slayer, the hooker layer, motherfucker.